ഓക്കെ, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങും ട്രഡീഷണൽ കോസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്, ഒന്ന് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ വരുന്ന, അടുത്ത ട്രഡീഷണൽ കോസ്റ്റിംഗ്. അപ്പൊ ആദ്യത്തെ കോളം ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിന്റെ ഒരു നോട്ടാണ്. രണ്ടാമത്തെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് അല്ലാതെ എങ്ങനെ വരുമെന്ന്. ആദ്യത്തെ കോളം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാൻ പറ്റുന്നുണ്ട്, അവിടെ മാനുഫാക്ചറിങ് ഓവർഹെഡ് കോസ്റ്റ് അസൈൻ ടു സെറ്റപ്പ്. ആദ്യം ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് അല്ലാത്ത നോക്കാം. സെക്കൻഡ് കോളത്തിൽ ഒന്നുമില്ല, അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്പർ സെറ്റപ്പ് നോക്കേണ്ട ആവശ്യമില്ല. ടോട്ടൽ മാനുഫാക്ചറിങ് ഓവർഹെഡ് മാത്രം നോക്കിയാൽ മതി. ഇൻഡയറക്ട് കോസ്റ്റ് ആണ് ഈ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗില്. ഇൻഡയറക്ട് കോസ്റ്റിംഗിന്റെ ഒരു അപ്പോർച്ച്മെന്റിലാണ് വ്യത്യാസം ഈ ട്രഡീഷണൽ കോസ്റ്റിംഗ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് തമ്മിൽ. ഡയറക്ട് കോസ്റ്റിംഗിന് ചാർജിങ് രണ്ടിലും ഒരുപോലെ. ഇപ്പൊ ടോട്ടൽ മാനുഫാക്ചർ ഓവർഹെഡ് കോസ്റ്റ് എത്ര ലക്ഷം? 20 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അതിന്ന് കോസ്റ്റ് ട്രൈഡ് മെഷീൻ, കോസ്റ്റ് ട്രൈസ് ടു മെഷീൻ സെറ്റപ്പ് ഒന്നുമില്ല. മാനുഫാക്ചറിങ് ഓവർഹെഡ് കോസ്റ്റ് അലോക്കേറ്റഡ് മെഷീൻ അവേഴ്സ് 20 lakhs തന്നെയാണ്. മെഷീൻ അവേഴ്സ് 1 lakh. അപ്പോ ഡിവൈഡ് ചെയ്യുമ്പോൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് കോസ്റ്റ് പെർ മെഷീൻ അവർ 20 കിട്ടും. ഓക്കെ, 20. അപ്പൊ ട്രഡീഷണൽ കോസ്റ്റിംഗില് മാനുഫാക്ചറിങ് ഓവർഹെഡിന്റെ അലോക്കേഷൻ വരുന്ന ഒരു മെഷീൻ അവറിന് 20 രൂപ വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ എത്ര മെഷീൻ അവേഴ്സ് ഉപയോഗിച്ചോ അത് ഇൻറ്റു 20 മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് അവിടുത്തെ മാനുഫാക്ചറിങ് ഓവർഹെഡ് നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ പ്രോസസ്സായിട്ടോ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആയിട്ടോ ബന്ധപ്പെടുത്തുന്നു. ഇനി ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിലേക്ക് വന്നു. ആ സമയത്ത് ആദ്യം നോക്കണം നമ്മൾ അവിടെ ഒരു ആക്ടിവിറ്റി നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. സെറ്റപ്പ് എന്നൊരു ആക്ടിവിറ്റി ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് കോസ്റ്റ്, ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റില് സെറ്റപ്പ് എന്ന ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് കോസ്റ്റ് 2 ലക്ഷം. സെറ്റപ്പിന്റെ എണ്ണം 400. അപ്പൊ മാനുഫാക്ചറിങ് കോസ്റ്റ് പെർ സെറ്റപ്പ് അത് 500. ബാക്കിയുള്ളത് 18 lakh. അതിനെ മെഷീൻ അവേഴ്സ് ഡിവൈഡ് ചെയ്തു, അപ്പോ 18 കിട്ടി. അപ്പൊ ഇവിടുത്തെ ഒരു മാനുഫാക്ചറിന്റെ അലോക്കേഷൻ ഒരു മെഷീൻ അവേഴ്സിന് 18ഉം ഒരു ബാച്ച് സെറ്റപ്പ് കോസ്റ്റ് പെർ ബാച്ച് 500. അങ്ങനെ അലോക്കേഷൻ. അപ്പൊ വ്യത്യാസം കണ്ടോ? നേരത്തെ കിട്ടിയത് മെഷീൻ അവേഴ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മെഷീൻ അവേഴ്സിന്റെ അടിസ്ഥാനത്തിൽ 18ഉം പിന്നെ ഒരു ബാച്ചിന്റെ സെറ്റപ്പ് കോസ്റ്റ് ആയിട്ട് 500. അപ്പൊ 500 കിട്ടിയതിന് ആ ബാച്ചിൽ എത്ര എണ്ണ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട സെറ്റപ്പ് കോസ്റ്റ് കിട്ടും. അപ്പൊ കുറച്ചും കൂടി ഒരു പ്രിസൈസ് ആയി, കുറച്ചും കൂടി അക്യുറേറ്റ് ആയി എന്നുള്ളൊരു വ്യത്യാസമാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. അവിടെ കൂടുതൽ ഒരു കറക്റ്റ്നെസ്, ഒരു അക്യുറേറ്റ്നെസ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. നേരത്തെ ഒരു ട്രഡീഷണൽ കോസ്റ്റിംഗിൽ 1-2 ആക്ടിവിറ്റി മാത്രമേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുള്ളൂ. പക്ഷെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിൽ പരമാവധി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന ആക്ടിവിറ്റി ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ആക്ടിവിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡയറക്ട് കോസ്റ്റിന് മാറ്റുക. ട്രഡീഷണൽ കോസ്റ്റിന് കണ്ട മെഷീൻ അവേഴ്സ് എന്നുള്ള ഒരു ആക്ടിവിറ്റി മാത്രമാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുള്ളൂ. പക്ഷെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിന് പരമാവധി ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡയറക്ട് കോസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ആ ആക്ടിവിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ആക്ടിവിറ്റി വരേണ്ട അതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡയറക്ട് കോസ്റ്റിനെ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തുക. അതാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിന് നമ്മൾ ആക്ടിവിറ്റീസ് എക്സാമ്പിൾ കൊടുത്തു ഞാൻ അവിടെ PPT നോക്കുക. ഇതൊക്കെയാണ് ആക്ടിവിറ്റീസ്. അതുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സസ് എന്തൊക്കെ കണ്ടുപിടിക്കണം, ഇതൊക്കെയാണ് അതിനകത്ത് സ്റ്റെപ്പുകൾ വരുന്നത്. പിന്നെ കോസ്റ്റ് പൂൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് ആണ് കോസ്റ്റ് പൂൾ. ഇപ്പൊ കൺസൾട്ടിങ് ആണ് വെച്ചാൽ അതിന് റിസോഴ്സസ്, കൺസൾട്ടന്റ്, കോസ്റ്റ് പൂള്, എംപ്ലോയി കോസ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോസ്റ്റ് ഡ്രൈവർ. ആ കോസ്റ്റ് പൂളിൽ ചേഞ്ച് വരുത്തുന്ന എന്താണോ അതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് പൂൾ. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗില് കോസ്റ്റ് പൂളില് ചേഞ്ച് വരുത്തുന്ന സാധനം എന്താണോ അതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഡ്രൈവർ. അപ്പൊ കോസ്റ്റ് ഡ്രൈവർ, ലെവൽ ഓഫ് കൺസൾട്ടന്റ് അല്ലെങ്കിൽ ടൈം സ്പെൻഡ്, ഇതാണ് കോസ്റ്റ് ഡ്രൈവർ. അപ്പൊ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിന് നമ്മള് നമ്മുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കും. പിന്നെ ആ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് ഡ്രൈവർ കണ്ടുപിടിക്കും. കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കണ്ടുപിടിക്കും. ആ കോസ്റ്റ് ഡ്രൈവർ റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡയറക്ട് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ്. ഞാൻ അവിടെ PPT കാണിച്ചിട്ടുണ്ട് ഓരോ ആ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് ഡ്രൈവേഴ്സ് കണ്ടോ. പ്രൊഡക്ഷൻ അണച്ച നമ്പർ ഓഫ് യൂണിറ്റ്, നമ്പർ ഓഫ് സെറ്റപ്പ്. ഇത് വായിച്ചു നോക്കുക. ഓരോ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് ഡ്രൈവർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് എങ്ങനെ ചെയ്യാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് BBA സംബന്ധിച്ചിടത്തോളം ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കില്ല, ഇത് തിയറിയാണ്, തിയറി ആയിട്ട് ചോദിക്കുള്ളൂ. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. അതിന് വേണ്ടിയാണ് ക്വസ്റ്റ്യൻ കാണിച്ചിരിക്കുന്നത്.
ഇവിടെ കോസ്റ്റ് പൂൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കോസ്റ്റ് ഡ്രൈവർ കൊടുത്തിട്ടുണ്ട്, കോസ്റ്റ് ഡ്രൈവറിന്റെ എണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓരോന്ന് നോക്കുക, ഓരോന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മിഷനറി ആണിച്ച് 7,20,000. ഒരു മിനിറ്റ്, ഞാൻ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, സംശയമുണ്ട്, നോക്കട്ടെ. മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ്, നമ്പർ ഓഫ് ഓർഡേഴ്സ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, നമ്പർ ഓഫ് മൂവ്മെന്റ്സ്. അതാണ് ഇവിടെയാണ് ചേഞ്ച്. സെറ്റപ്പ്, നമ്പർ ഓഫ് സെറ്റപ്പ് കേട്ടോ, അവിടെ നോക്കൂ. സെറ്റപ്പ്, നമ്പർ ഓഫ് സെറ്റപ്പ്, പിന്നെ മെയിൻ്റനൻസ്, ഇത് മുകളിലേക്ക് പോണത്. ഓക്കെ, മെയിൻ്റനൻസ് അവേഴ്സ്, ഇതൊക്കെയാണ് അതിന്റെ കോസ്റ്റ് ഡ്രൈവർ. അതുപോലെ ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി കൺട്രോള് അതിന്റെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് ഡ്രൈവർ ഇൻസ്പെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ശരിയായി. അപ്പോ ഓരോന്നായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് ഡ്രൈവർ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, അവിടെ ക്വസ്റ്റ്യന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഇവിടെ കമ്പനി 2600 കോമ്പണൻസ് ആണ് ഉണ്ടാക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ ഓർഡേഴ്സ്, മെയിൻ്റനൻസ് അവേഴ്സ്, മെറ്റീരിയൽ മൂവ്മെന്റ്സ്, ഇൻസ്പെക്ഷൻ, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഏറ്റവും ആദ്യം കോസ്റ്റ് ഡ്രൈവർ റൈറ്റ്, ആ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഓരോ കോസ്റ്റ് പൂളായിട്ട് ബന്ധപ്പെട്ട, എക്സാമ്പിള് ഇവിടെ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് ഡ്രൈവർ നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ്. അപ്പൊ കോസ്റ്റ് ഡ്രൈവർ റൈറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ ഓരോന്നായിട്ട് ഉള്ളത് അതിന്റെ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് കോസ്റ്റ് ഡ്രൈവർ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ കോസ്റ്റ് ഡ്രൈവർ റൈറ്റ് കിട്ടി. ഇനി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്ത് നോക്കുക. മെറ്റീരിയൽ കോസ്റ്റ് കാണിക്കുക, ചേഞ്ച് ഇല്ല. ലേബർ കോസ്റ്റ് കാണിക്കുക, കൂട്ടി പ്ലെയിൻ കോസ്റ്റ്. ഇനി ഓവർ ഹെഡ്സ്, അതിൽ ആദ്യം വരുന്ന മെറ്റീരിയൽ ഓർഡേഴ്സ് കണ്ടോ 26 ആണ്. ഇവിടെ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് എത്രയാണ്? 527 ആണ്. അപ്പൊ 26 × 527 അങ്ങനെ കണ്ടോ. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എത്ര വരുന്നത്? മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നോക്കുക, മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന്റെ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് 368 ആണ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതാ കണ്ടോ, മെറ്റീരിയൽ മൂവ്മെന്റ്സ് 18. അപ്പൊ 18 × 368. അതുപോലെ സെറ്റപ്പ് അതിവിടെ 25 ആണ്. അതിന്റെ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് 798 ആണ് കേട്ടോ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് കൂട്ടി എഴുതാം, അപ്പൊ ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ആക്ടിവിറ്റി ബേസ് കോസ്റ്റിംഗ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ സാധാരണ കോസ്റ്റിംഗ് ആക്ടിവിറ്റി ബേസ് കോസ്റ്റിംഗുള്ള വ്യത്യാസം, സാധാരണ കോസ്റ്റിംഗിൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, പ്ലെയിൻ കോസ്റ്റ് കൂട്ടും. അതിന്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ്, ഫാക്ടറി കോസ്റ്റ്. അതിന്റെ കൂടെ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതിന്റെ കൂടെ ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ടോട്ടൽ കോസ്റ്റ്. ഈ ആക്ടിവിറ്റി ബേസ് കോസ്റ്റിങ്ങിന് അങ്ങനെ തന്നെയാണ്, ചേഞ്ച് ഒന്നുമില്ല. പക്ഷെ അവിടെ ഈ പ്ലെയിൻ കോസ്റ്റ് കഴിഞ്ഞാൽ വരുന്നതിനൊക്കെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കാം. ആ ഇൻഡയറക്റ്റ് കോസ്റ്റ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, അതേ ചേഞ്ച് ഉള്ളൂ. ട്രഡീഷണൽ കോസ്റ്റിൽ മിഷൻ അവേഴ്സോ ലേബർ അവേഴ്സോ അങ്ങനെ 1 or 2 ആക്ടിവിറ്റി മാത്രം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ടോട്ടൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ, ഇവിടെ വളരെ അധികം ആക്ടിവിറ്റി ഐഡന്റിഫൈ ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് ഡ്രൈവർ കണ്ടുപിടിച്ചിട്ട്, കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കണ്ടുപിടിച്ചിട്ട് അലോക്കേറ്റ് ചെയ്യും. അതാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഓക്കെ.